ഇ.പി. ജയരാജനെ തൊടാൻ മുഖ്യമന്ത്രിക്കും CPM-നും ഭയമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇ.പി.യുടെ നാവിൻ തുമ്പിലുള്ളത് CPM-നെയും മുഖ്യമന്ത്രിയെയും ഒന്നാകെ തകർക്കാനുള്ള ബോംബുകളാണ്. ഇ.പി. ജയരാജനെതിരെ ചെറുവിരൽ അനക്കാനുള്ള ധൈര്യം കേരളത്തിലെ CPM-നില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഏജന്റായി BJP-യുമായി സംസാരിച്ച ജയരാജനെതിരെ നടപടിയെടുക്കാനുള്ള ധൈര്യമോ ആർജവമോ CPM-നില്ല. ജയരാജന് BJP-യിലേക്ക് പോകാൻ സമ്മതം നൽകുക കൂടിയാണ് CPM ഇപ്പോൾ ചെയ്തിരിക്കുന്നതെന്നും സതീശൻ പറഞ്ഞു. ഇ.പി. ജയരാജൻ മാത്രമല്ല, മുഖ്യമന്ത്രിയും പ്രകാശ് ജാവ്ദേക്കറുമായി പലതവണ സംസാരിച്ചിട്ടുണ്ട്. ഇ.പിക്കെതിരെ നടപടിയെടുത്താൽ മുഖ്യമന്ത്രിക്കെതിരെയും നടപടിയെടുക്കേണ്ടി വരും. പിണറായി വിജയനെയും കൂട്ടുപ്രതിയായ ഇ.പി. ജയരാജനെയും സംരക്ഷിക്കുക എന്ന നാണം കെട്ട മാർഗം മാത്രമേ CPM-ന് ഈ സാഹചര്യത്തിൽ മുന്നിലുള്ളൂ. കൊടിയ അഴിമതി നടത്തിയവരെയും അതിന്റെ പ്രതിഫലം പറ്റിയവരെയും സംരക്ഷിക്കാൻ വർഗീയതയുമായി CPM സന്ധി ചെയ്തു എന്നതിന് തെളിവാണിതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ജാവ്ദേക്കറുമായി മുഖ്യമന്ത്രി എവിടെ വെച്ചാണ് സംസാരിച്ചതെന്ന് കൂടി CPM നേതൃത്വം വ്യക്തമാക്കണം. BJP നേതാക്കളെ കണ്ടാൽ CPM-ന്റെ പ്രത്യയശാസ്ത്രം തകരുമെന്നത് പൈങ്കിളി സങ്കല്പമാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നു. ഏത് CPM നേതാവിനും ഏത് BJP നേതാവിനെയും കാണാമെന്ന ഗ്രീൻ സിഗ്നൽ നൽകുക കൂടിയാണ് MV ഗോവിന്ദൻ ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. ഇ.പി. ജയരാജനും S. രാജേന്ദ്രനും പിന്നാലെ വരുന്നവർക്കും BJP-യിലേക്ക് വഴി തുറക്കുക കൂടിയാണ് CPM സംസ്ഥാന സെക്രട്ടറി ചെയ്തിരിക്കുന്നത്. സംഘപരിവാറുമായി സൗഹൃദ സംഭാഷണം നടത്തിയവരെ സംരക്ഷിക്കുക എന്ന CPM പ്രഖ്യാപനത്തിന്റെ കാര്യത്തിൽ CPI ഉൾപ്പെടെയുള്ള LDF ഘടകകക്ഷികൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ടെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. 3 വട്ടം ഇ.പിയുമായി താൻ ചർച്ച നടത്തിയിട്ടുണ്ടെന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നത്. ജയരാജന്റെ ആവശ്യപ്രകാരം നന്ദകുമാർ എന്നെ തേടി വരികയായിരുന്നു. ഇ.പിയുമായി നടന്നതെന്ന് പറയുന്ന ചർച്ചയുടെ വിശദാംശങ്ങളും ശോഭ പുറത്തു പറഞ്ഞിട്ടുണ്ട്. 3 തവണ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതിന് വഴിയൊരുക്കാനായി നന്ദകുമാർ വടക്കാഞ്ചേരിയിലെ എൻ്റെ സഹോദരിയുടെ മകന്റെ വസതിയിലും തൃശ്ശൂരിലെ എൻ്റെ വാടക വീട്ടിലും 2 തവണ വീതം വന്നിട്ടുണ്ട്. അതിൽ 3 തവണയും ജയരാജനുമായി സംസാരിക്കുന്നത് സ്പീക്കറിലിട്ട് കേൾപ്പിച്ചു. അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. 2023 ജനുവരിയിൽ നന്ദകുമാറിന്റെ വെണ്ണലയിലെ വീട്ടിൽ വെച്ചായിരുന്നു ജയരാജനുമായുള്ള ആദ്യ കൂടിക്കാഴ്ച. ജയരാജൻ തീരുമാനമെടുത്തു കഴിഞ്ഞെന്ന് ആ കൂടിക്കാഴ്ചയിൽ എനിക്ക് ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ പാർട്ടി കേന്ദ്ര നേതൃത്വവുമായി താൻ ബന്ധപ്പെടുകയും ജയരാജനെ കാണാൻ അവർ തയ്യാറാവുകയും ചെയ്തു. ഡൽഹിയിലെ ഹോട്ടലിൽ ലളിതിൽ വെച്ച് ഞങ്ങൾ 3 പേരും കണ്ടു. BJP-യിൽ ചേരാനുള്ള തന്റെ ഇടത്തോടെ തന്നെയാണ് അദ്ദേഹം വന്നത്. ഹോട്ടൽ മുറിയിൽ വെച്ച് ഞങ്ങൾ ചായ കുടിച്ച് 5-6 മിനിറ്റ് സംസാരിച്ച് കാണും. അപ്പോൾ ഒരു ഫോൺ കോൾ വന്നു. അതോടെ അദ്ദേഹം ആകെ ടെൻഷനിലായി. മുഖഭാവവും ശരീരഭാഷയും മാറി. പിറ്റേന്ന് BJP-യിൽ ചേരാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരിക്കെ അദ്ദേഹം പെട്ടെന്ന് പിന്മാറിയെന്നും ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയിരുന്നു.